തെരഞ്ഞെടുപ്പിന് പിന്നാലെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി എണ്ണക്കമ്പനികൾ. വാണിജ്യ സിലിണ്ടറുകളുടെ വില ഒറ്റയടിക്ക് 993 രൂപയാണ് കൂട്ടിയത്. പുതുക്കിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ 19 കിലോയുടെ സിലിണ്ടറിന് 3071 രൂപയാകും വില. കൊച്ചിയിൽ 3085 രൂപയും തിരുവനന്തപുരത്ത് 3106 രൂപയുമാണ് പുതിയ വില. സിലിണ്ടറുകളുടെ വിലവർധന ഹോട്ടലുകളിലെ ഭക്ഷണവില കുത്തനെ കൂടാൻ കാരണമായേക്കും. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം ഉണ്ടായിട്ടുമില്ല. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമും പാലക്കാട് നിന്ന് സച്ചിൻ പള്ളിക്കാടും കോഴിക്കോട് നിന്ന് സരീഷ് പി കെയും ചേരുന്നു. ആദ്യം കൊച്ചിയിലേക്ക്. റഹീം, ഇതിപ്പോൾ ഈ ഹോർമുസിലെ പ്രശ്നവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോട്ടലുകൾ കുറേയേറെ അടഞ്ഞു കിടപ്പായിരുന്നു. ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയിലൊക്കെയാണ്. അതിനിടയിലാണിപ്പോൾ ഇന്ധന വിലവർധന കൂടെ ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. എന്താണ് ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം? സനീഷ്, തീർച്ചയായും അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം വലിയ രീതിയിൽ തന്നെ പാചകവാതക ലഭ്യത കുറവ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിലേക്ക് വരെ പോകുന്ന സാഹചര്യം നിലനിന്നിരുന്നു. അതിനിടയിലാണിപ്പോൾ അവർക്ക് ഇരുട്ടടി എന്ന തരത്തിൽ ഇപ്പോൾ വീണ്ടും ഈ ഹോട്ടലുകളിലേക്കൊക്കെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അസീസ് മുസ് നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പാചകവാതകം കിട്ടാനില്ല, പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കൊക്കെ പോകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പാചകവാതകത്തിൻ്റെ വില കൂട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളിതിനെ നോക്കിക്കാണുന്നത്? നിങ്ങളിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ അനുഭവിച്ചത് ഗ്യാസിൻ്റെ ലഭ്യത കുറവായിരുന്നു. അതൊരു പരിധിവരെ ആ മാസം അവസാനമായതോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്ന് 100% പറയാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആസാമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് കാരണം തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് വല്ലാതെ ബാധിച്ചു. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ഒരു 50% തൊഴിലാളികളെങ്കിലും ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ പേരിൽ പല ഹോട്ടലുകളും മണിക്കൂറുകളോളം, അതായത് ഈ ഹോട്ടൽ തന്നെ ഞാൻ നിൽക്കുന്ന ഹോട്ടൽ തന്നെ 7 മണിക്കൊക്കെ തുറന്നുകൊണ്ടിരുന്ന ഹോട്ടൽ ഇപ്പോൾ രാവിലെ 9, 9:30, 10 മണിക്ക് തുറക്കും. അതുപോലെ തന്നെ പറ്റാവുന്ന നേരത്തെ തന്നെ അടച്ചിട്ട് പോകുന്ന രീതിയിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആ ടൈമിങ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തെ അത് ബാധിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലത്തെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഒരു സിലിണ്ടറിന് മുകളിൽ 1000 രൂപ കൂട്ടണം എന്നായിരുന്നു. കാരണം എന്താണെന്നോ, കാര്യം ഈ 993 ലോജിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് റൗണ്ട് ഫിഗറാക്കി 1000 കൂട്ടിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നാൽ കണക്ക് കൂട്ടാൻ ഇച്ചിരി എളുപ്പമായിരുന്നു. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരുതരം എന്താ പറയണ്ടേ, ജനങ്ങളോടുള്ളൊരു നീതിയില്ലായ്മ എന്ന് തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇലക്ഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞു പിറ്റത്തെ ദിവസം, അതായത് 29-നാണ് ലാസ്റ്റ് പോളിംഗ് ബംഗാളിൽ നടന്നത്. 30 ഒരു ദിവസം 24 hours വെയിറ്റ് ചെയ്തു. 31-ാം തീയതി അത് 1000 രൂപ, അതായത് 993 രൂപ വില കൂട്ടി. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അത് മാർച്ച് മുതൽ ഇങ്ങോട്ട് കൂട്ടിയാൽ ഏതാണ്ട് 1300 രൂപയോളം ഒരു സിലിണ്ടറിന് കൂടിയിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷം ബാധിച്ചതിന് ശേഷം 1300 രൂപയോളം ഇപ്പം നിലവിൽ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് പെട്രോളിനും ഡീസലിനും മിക്കവാറും കൂടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ തന്നെ വരുന്ന വാർത്തകൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വില കൂടും. ഇപ്പോഴും എങ്ങനെ ഹോട്ടലുകളിൽ ഈ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളും മറ്റും കിട്ടുന്നുണ്ടോ? എന്താണ് അവസ്ഥ നിലവിൽ? സിലിണ്ടർ ഒരു പരിധി വരെ ഒരു 70-75% ഞങ്ങൾ സർവൈവ് എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ കിട്ടും. കാരണം എന്താ, വില കൂടിയപ്പോൾ കുറച്ചും കൂടി പെട്രോളിയം കമ്പനികൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും മറ്റുള്ള ഇതിലേക്ക് സാധിക്കും. അതുകൊണ്ട് കൂടുമായിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങാം. പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. കാരണം എന്താ, വണ്ടിക്കൂലി കൂടും, ലോറിയുടെ വാടക കൂടും. അപ്പോൾ പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടാൻ പോകുന്നു. അതുകൂടാതെ പെട്രോളിയം ബൈക്ക് കൂടുമ്പോൾ പെട്രോളിയം ബൈ പ്രൊഡക്ട്സായ ബോട്ടിലുകൾ മുഴുവനും ഇപ്പോൾ തന്നെ നിലവിൽ മിനറൽ വാട്ടറിന് 1 രൂപ 2 രൂപ വെച്ച് ഓരോ ബോട്ടിലിൻ്റെ മുകളിലും ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ പൊതുജനങ്ങളിലേക്ക് അത് അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് 2 രൂപ 3 രൂപ ഒക്കെ കൂട്ടിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ പലപ്പോഴും ഹോട്ടലുകാർ ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ചെറിയ ഹൈക്ക്, ചെറിയ വില കൂടുതലുണ്ടെങ്കിൽ ഒരിക്കലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാറില്ല. കാരണം എന്താ, ഇതൊരു സർവീസ് മേഖലയാണ്. അത് ഞങ്ങൾ എപ്പോഴും പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു വൻ വിലവർദ്ധനവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളുള്ളത്. ഈ ഭക്ഷണത്തിൻ്റെ വില കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണോ നിങ്ങൾക്ക് നിലവിലുള്ളത്? എന്താണ് അതേക്കുറിച്ച് വല്ലതും സംഘടനാ തലത്തിൽ ചർച്ചയായിട്ടുണ്ടോ? എങ്ങനെയാണത്? ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന്
രാവിലത്തെ ഇതാണല്ലോ. തീർച്ചയായിട്ടും ഇന്ന് തന്നെ മിക്കവാറും ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ അവൈലബിൾ എക്സിക്യൂട്ടീവോ എന്തെങ്കിലും വിളിച്ചിട്ട് അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ തീർച്ചയായിട്ടും വില കൂട്ടാതിരിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. കാര്യം നിലവിൽ ഇപ്പോൾ ഒരു ചായക്ക് ഏതാണ്ട് ഒരു 10 രൂപയാണ്. അത് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ 15ലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. മിനിമം 15 രൂപയിലെങ്കിലും ഒരു ചായ പോയേ പറ്റുള്ളൂ. കാരണം ചായ എന്ന് പറഞ്ഞാൽ ചായയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ സമാവർ എന്ന് പറയുന്ന, അതായത് മക്കാനി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇത് രാവിലെ കട തുറന്നാൽ രാത്രി കടയടക്കുമ്പോഴേ ഇത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും സമയം ഈ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാസിനാണ് ഈ പറഞ്ഞ 1000 രൂപ കൂടിയേക്കുന്നത്. പിന്നെ ചായയുടെ വില കൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കൃത്യമായും. അതായത് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതിൻ്റെ പാചകവാതകത്തിൻ്റെ വില കൂടുന്നു. ഇതോടെ 3ാമത്തെ തവണയാണ് ഇതുപോലെ വില കൂടുന്നൊരു സാഹചര്യം ഉള്ളതെന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഹോട്ടലിൻ്റെ മുതലാളി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിടുകയാണ്. പാചകവാതകത്തിൻ്റെ വില അതാ വീണ്ടും കൂട്ടുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നിലവിലെ സ്ഥിതി? നിലവിലിപ്പോൾ നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് സ്റ്റാഫിനെ കുറച്ച് ഐറ്റംസ് വെട്ടിച്ചുരുക്കി കുറഞ്ഞ ഐറ്റംസ് വെച്ചാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട്. ഇപ്പോൾ ഇനിയും വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. കാരണം നമ്മൾ വില കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം കൂട്ടാൻ പറ്റും? ഇതിപ്പോൾ ഡിസംബറിൽ 1700 ഉണ്ടായിരുന്ന ഗ്യാസാണ് ഇപ്പോൾ 3100 എത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാലോ 2 സിലിണ്ടർ എടുക്കുമ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ വ്യത്യാസം എത്രയാവുന്നു. ഈ ഗ്യാസ് മാത്രമല്ല എല്ലാ സാധനങ്ങളും വില കൂടും. നമ്മളിപ്പം ഈ സാധാരണ ജനങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത്. അവർക്ക് എത്രമാത്രം വില കൂട്ടാൻ പറ്റും? ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 മാസമായിട്ട് ജോലിക്കാരെ ഒഴിവാക്കി. അപ്പോൾ അതിലും കുറച്ച് മെച്ചം കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് വിറകിലൊക്കെ വെച്ചാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഐറ്റം കുറച്ചു, ലൈവ് ഐറ്റംസ് കുറച്ചു. അങ്ങനെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടെ നിന്ന് അബ്ദുൾ റഹീമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം അവരോട് സംസാരിക്കുന്നത്. നമുക്കറിയാം വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ ഉടമകൾ ചെന്ന് പെട്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും താഴേക്കൂടെ വരും. ഹോട്ടലിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കൂടെ ആ വിലവർധന അനുഭവപ്പെടാൻ പോവുകയാണ്. വലിയ തുകയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാടും കോഴിക്കോട് നിന്ന് സരീഷ് പി കെയും കൂടി ചേരുന്നുണ്ട്. ആദ്യം കോഴിക്കോട് നിന്ന് സരീഷ് പി കെയിലേക്ക് പോകാം. സരീഷ്, കോഴിക്കോട് നിറയെ ഹോട്ടലുകളുള്ള നഗരം കൂടിയാണ് കോഴിക്കോട്. എല്ലായിടത്തും ഈ കൊച്ചിയിലെ അവസ്ഥ തന്നെയായിരിക്കും. അവരും ഈ വിലവർധന ഭക്ഷ്യസാധനങ്ങൾക്ക്, ഭക്ഷണ വസ്തുക്കൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം കോഴിക്കോട് എന്ന് പറയുന്നത് ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യമുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു നാട് കൂടിയാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരമധ്യത്തിലെ തന്നെ ഒരു ഹോട്ടലിലാണ്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചായ ഒരേ സമയം ഇവിടെ നിന്നും പോകുന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്ന കടയാണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഗ്യാസിന് വില വർദ്ധിക്കുന്നതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഹോട്ടൽ ഉടമയുമായും അതൊപ്പം തന്നെ സംഘടനാ ഭാരവാഹികളുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, തുടർച്ചയായി ഗ്യാസിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതാണ്ട് ഒരു മാസം മുൻപാണ് 300 രൂപയിലേറെ വർദ്ധിച്ചത്. ഇപ്പോൾ വീണ്ടും 993 രൂപ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 2 മാസത്തിനിടയിൽ തന്നെ ഏതാണ്ട് 1300 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മളോട് എല്ലാവരും തന്നെ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ ഹോട്ടൽ ഉടമ കൂടിയായ സന്തോഷ് കുമാർ കൂടി ചേരുകയാണ്. വലിയ വർധനമാണ് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന 993 രൂപയല്ല വർദ്ധിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 150 രൂപ വർദ്ധിച്ചു. ഏപ്രിൽ മാസത്തിൽ 200 രൂപ വർദ്ധിച്ചു. ഇപ്പം 993 രൂപ വർദ്ധിച്ചു. 50%, 60% മുകളിൽ ഇപ്പം വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. കാരണം 2174 രൂപയ്ക്ക് കിട്ടുന്ന സിലിണ്ടർ ഇന്ന് വില 3117 രൂപ 50 പൈസയാണ് കോഴിക്കോട് നമുക്കൊരു കടയിലേക്ക് ഒരു സിലിണ്ടർ എത്തുന്ന സമയത്ത്. ഇന്നത്തെ ഈ വിലവരവ് ഈ ഗ്യാസിൻ്റെ വില മാത്രമല്ല, ഞങ്ങൾ ഹോട്ടലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഗ്യാസിൻ്റെ വില മാത്രമല്ല, ഈ പാലിൻ്റെ വില കൂട്ടി. അതേപോലെ തന്നെ അനുബന്ധമായിട്ട് എല്ലാ അസംസ്കൃത സാധനങ്ങളെല്ലാം വില വർദ്ധിച്ചു കഴിഞ്ഞു. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമുക്ക് കിട്ടുന്ന എല്ലാ സർവീസുകൾക്കും അതേപോലത്തെ അസംസ്കൃത സാധനങ്ങൾക്കും വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെ ജനങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ വിലയും നിർമ്മാണ രീതിക്കും അനുസരിച്ചാണ് ഞങ്ങൾ വില നിശ്ചയിക്കുന്നത്. ഒരു ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചത് കൊണ്ടോ അസംസ്കൃത പാലിൻ്റെ വില വർദ്ധിച്ചത് കൊണ്ടോ ഞങ്ങൾ വില വർദ്ധിപ്പിക്കുന്നില്ല. ഞങ്ങളെ നിർമ്മാണത്തിൻ്റെ
ചെലവുകളും അതേപോലെ ഉപയോഗിക്കുന്ന അസംസ്കൃത സാധനങ്ങൾക്ക് ആനുപാതികമായിട്ട് വില വർദ്ധിപ്പിക്കുന്നത്. ഈ വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ വിമുഖത കാണിക്കുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല. വില വർധനവിനോട് യാതൊരു കാരണം ഞങ്ങൾ നിരന്തരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞങ്ങളെ മുമ്പിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളാണ്. ഞങ്ങളെ കസ്റ്റമറെ നല്ല രുചിയുള്ള ഭക്ഷണവും ശുചിത്വത്തോടു കൂടി കുളിച്ച് സംതൃപ്തരാക്കി മടക്കേണ്ട ഞങ്ങൾ ഇപ്പോൾ വളരെ ആശങ്കയിലാണ്. ഈ ഒരു സമയത്ത് വില വർധനവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്രത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇത് ശരിക്ക് ഇന്ന് തുറന്നു പോയിട്ടുണ്ട് രാവിലെ ഈ ന്യൂസ് കേട്ട സമയത്ത്. കാരണം അത്രയധികം വർദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ എങ്ങനെ കട തുറക്കും എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ മെമ്പർമാർ പറയുന്നത് എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയിലാണ്. ഇന്ന് ഞങ്ങൾ അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഹാങ് ആയി പോകുന്ന രീതിയിലേക്കാണ്. അത്രയും ആശങ്കയിലാണ് ഈ ഹോട്ടൽ. നിലവിലൊരു സാഹചര്യത്തിൽ ഈ പാലിന് വില വർദ്ധിക്കുന്നു, ഗ്യാസിന് വലിയ രീതിയിൽ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഉൽപ്പന്നങ്ങളുടെ മുകളിലേക്ക് ചാർത്തേണ്ട ഒരു അവസ്ഥ വരില്ലേ? ഇപ്പം ഞങ്ങൾ നൽകുന്ന വില, ആ വിലയേക്കാൾ കൂടുതലാണ് ഞങ്ങളെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പം വരുന്നത്. അപ്പോൾ എങ്ങനെ വില വർദ്ധിപ്പിക്കാതെ ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ സ്വയം ചിന്തി നോക്കിയാൽ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ, അസംസ്കൃത സാധനങ്ങളെല്ലാം ആനുപാതികമായിട്ട് എല്ലാത്തിനും, കാരണം തൊഴിലാളികളെ ലഭ്യത വളരെ കുറവാണ്. ഗ്യാസിൻ്റെ ലഭ്യത 60% ഗ്യാസ് ലഭ്യതയുള്ളൂ. ഈ 60% ലഭ്യതയുള്ള ഗ്യാസിന് 60% വില വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഒരിക്കലും വില വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഏതൊരു മേഖലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു 10 വർഷത്തും കൊണ്ട് ഹോട്ടലിൻ്റെ ഭക്ഷണത്തിനുണ്ടായ വില വർധനവും നമ്മൾ മറ്റ് സർവീസിനായാലും അസംസ്കൃത സാധനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വില വർധനവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലുകൾ വില വർദ്ധിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഭാഗമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം. അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് എന്തായാലും ഈ ഹോട്ടൽ ഉടമകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് സരീഷിനോട് അവിടെ നിന്ന് ആ ഹോട്ടൽ ഉടമ സംസാരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് ഇവർ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ വർധനയല്ല, ഇതിനു മുമ്പ് ചെറിയ ചെറിയ വർധനകളായിട്ട് നല്ല തുക വർദ്ധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനകത്ത്. അതുകൊണ്ട് തന്നെ അത് ഈ ഭക്ഷണ വസ്തുക്കളുടെ ഹോട്ടൽ വിഭവങ്ങളുടെ വിലയിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് അവിടെ നിന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇനിയിപ്പോൾ